തോടും പുഴയും ഇല്ലാത്ത കുന്നംകുളത്തിനടുത്തുള്ള കമ്പിപ്പാലത്തെ മഹാനടൻ മമ്മൂട്ടി വർണ്ണിക്കുന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ. കമ്പിപ്പാലത്തെ കുറിച്ച് നടൻ വി.കെ. ശ്രീരാമൻ വ്യത്യസ്ത രീതിയിലുള്ള ഒരു കുറിപ്പ് തയ്യാറാക്കിയിരുന്നു. തോടോ പുഴയോ ഇല്ലാത്ത ഒരു കമ്പിപ്പാലം ഒരു സങ്കല്പം മാത്രമാണെന്നും ആ സങ്കല്പ പാലത്തിലൂടെ മാത്രമേ വടക്കോട്ട് പോകാനാകുമെന്നൊക്കെ വിവരിച്ച് എഴുതിയ കുറിപ്പിലാണ് മമ്മൂട്ടി തന്റേതായ ശൈലിയിൽ വിവരണം നൽകിയിട്ടുള്ളത്. വി.കെ. ശ്രീരാമൻ തയ്യാറാക്കി നൽകിയ എഴുത്തിന് 3 മാസം മുമ്പാണ് മമ്മൂട്ടി ശബ്ദ വിവരണം നൽകി മനോഹരമാക്കിയത്. ഇന്നലെയാണ് വി.കെ. ശ്രീരാമൻ ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. എല്ലാ പ്രധാന സോഷ്യൽ മീഡിയകളിലും ഇപ്പോൾ കമ്പിപ്പാലത്തെക്കുറിച്ച് മമ്മൂട്ടി നൽകിയ വിവരണത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ്. കമ്പിപ്പാലം ഒരു സങ്കല്പമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നില്ല. തോടോ പുഴയോ കടലോ കായലോ ഇല്ലാത്തടത്ത് എന്തിനാണ് ഒരു പാലം? എന്നാൽ ആ സങ്കല്പത്തിലൂടെ വേണം കുന്തംകുളത്ത് നിന്ന് വടക്കോട്ട് പോകാൻ. കമ്പിപ്പാലം ഒരു വാക്കാൽ കരാറാണ്, വിവാഹം പോലെ. കമ്പിപ്പാലം ഒരു സ്റ്റോപ്പുമാണ്. എന്നാൽ അവിടെ നിർത്തണമെന്നില്ല, ഇറങ്ങണമെന്നില്ല. കവിക്കോ കഥാകൃത്തിനോ കല്യാണപ്പൊരുത്തുകാരനോ കന്നാലിക്കാരനോ അവിടെ നിന്ന് കയറാം, അവിടെ ഇറങ്ങാം, തുടരാം യാത്രകൾ. ഒരു കടങ്കഥയുമാണ് കമ്പിപ്പാലം. കറുത്ത പയ്യന് വെളുത്ത പാല്, കഥയിൽ ചോദ്യമില്ല, പിള്ള മനസ്സിൽ കള്ളമില്ല, കഥ കൊണ്ട് കടം വീട്ടണം, കഥയിൽ വീടാത്ത കടങ്ങളില്ല. വെറുതെ ഞാൻ എന്തൊക്കെയോ പറയുന്നു. അല്ല, നിങ്ങൾക്കിനി മനസ്സിലാവുന്നില്ലേ? യഥാർത്ഥത്തിൽ ഇല്ലാത്ത ചിലതാണ് നമ്മുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നത്. പക്ഷേ ശ്രദ്ധിക്കണം കേട്ടോ. പ്രഭാതത്തിലെ പത്രപാരായണത്തിനിടയിൽ, കണക്കോ കവിതയോ എഴുതുന്നതിനിടയിൽ, തെച്ചിക്കാട്ട് രാമചന്ദ്രനോ ഗുരുവായൂർ പത്മനാഭനോ തലയെടുപ്പെന്ന് ചിന്തിക്കുന്നതിനിടയിൽ, എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുന്നതിനിടയിലൊക്കെ അത് സംഭവിച്ചേക്കാം. ഗ്രഹനില നോക്കാൻ വടക്കോട്ടിറങ്ങിയപ്പോൾ ബസ്സിടിച്ച് മരിച്ച വേലുപ്പണിക്കർ എപ്പോഴാണ് റോഡ് ക്രോസ് ചെയ്യാന്നറിയില്ല. ഒരു തിരിവിലാണ് കമ്പിപ്പാലം, ഒരു വളവാണ്, ഒടിവാണ്, ഒടിവിദ്യയാണ്. അനാദിയാണ് കമ്പിപ്പാലം. തലയുമില്ല, വാലുമില്ല, കണ്ണുമില്ല, മൂക്കുമില്ല. ഞാൻ വീണ്ടും എന്തൊക്കെയോ പറഞ്ഞു. നിങ്ങളിതൊന്നും കാര്യമാക്കണ്ട. തോടോ പുഴയോ ഇല്ലാത്തടത്ത് എങ്ങനെയാ ഒരു പാലം? ആകയാൽ അതൊരു സങ്കല്പമാണ്, കൽപ്പനയാണ്. എന്നാലും ഒരു കണ്ണു തുറന്നു വയ്ക്കണം, അരച്ചവി വട്ടം പിടിക്കണം. നമ്മുടെ ജീവിതം ഒരു സങ്കല്പമല്ലല്ലോ.